ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ അതാണ്ട് രാവിലെ തന്നെ നമ്മളൊരു കള്ളനെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കള്ളനൊക്കെ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ അവൻ കിടക്കുന്നത് നമ്മുടെ സിറ്റിയിലെ പോലീസ് സ്റ്റേഷനിലാണ്. പക്ഷേ ഇവൻ്റെ ഇവരൊരു ഗ്യാങ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിന് പിന്നിൽ എന്തും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഗായ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിറ്റിയിലത്തെ പോലീസായിട്ട് എനിക്കൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു ഐഡിയയിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു നോ സെയിലിന് എഴുതി വെച്ചത് ഞാനാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു ട്രിക്ക് ഉണ്ട്. അത് ഈ വീഡിയോ അവസാനം വരെ കണ്ടാലേ ഉള്ളൂ നിങ്ങൾക്കത് മനസ്സിലാകുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് നോ സെയിലിന് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഗൈസ്. അപ്പോൾ പോലീസുകാരെല്ലാം അവൻ്റെ പിന്നാലെ പോയി ഗൈസ്. നമ്മളെ കള്ളൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഗൈസ് ഇവിടെ പോലീസുകാരൊന്നുമില്ല. എങ്കിൽ അവരെവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും. എന്തിനേലും പോയിട്ടുണ്ടാകും ഗൈസ്. ഞാനത് തിരക്കുന്നില്ല ഗൈസ്. നമ്മുടെ പുറത്ത് നമ്മുടെ സാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ ഗൈസ്, ഇനി ഇത് മെയിൻ സാർ വന്നിട്ട് ഇവനകത്ത് കയറുള്ളൂ ഗൈസ്. ഈ സാറിൻ്റെ മെയിൻ പേടി എന്ന് പറഞ്ഞാൽ ഓരോന്നും ആലോചിച്ചിട്ട് എന്നോട് പറയും, എന്നിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരാനും പറയും. അപ്പോൾ ഇവൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രി എങ്ങാനും ഇനി അവരുടെ ഗ്യാങ് വന്നിട്ട് ഇപ്പോൾ പോലീസുകാർ രാത്രി ഡ്യൂട്ടിക്ക് ചിലപ്പോൾ 4-2 പേരേ ഉള്ളൂ ഉണ്ടാവുക. അപ്പോൾ ഇവൻ പറയുന്നത് ഇവരെ ഗ്യാങ് ഒരു 10-20 പേരുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. യെസ്, ശരിയാണ്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സെക്യൂരിറ്റി 2 പിന്നെ മെയിനായിട്ട് 2 പേരെന്നുള്ളൂ നൈറ്റ്. അപ്പം ഇങ്ങനെയൊക്കെ വളഞ്ഞ ആരായാലും പേടിച്ച് പോകും ഗൈസ്. ഏത് പോലീസുകാരനൊരു തെറ്റ് പറ്റുമല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ വിട്ടു കൊടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോലീസ് സ്റ്റേഷൻ വെള്ള പെയിൻ്റ് അടിക്കുക. എന്നിട്ട് ഇതിലൊരു വീടിനകത്ത് എന്തൊക്കെയാണുള്ളത്, ടേബിള്, ചെയർ, അതേപോലെ തന്നെ ബെഡ്, ഇതെല്ലാം അതിനകത്ത് വെക്കാനാണ് ഒരു പ്ലാൻ. അപ്പം കള്ളൻക്ക് എന്തായാലും പുറത്തേക്ക് സിഗ്നൽ കൊടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ കൂടെയുള്ള ജോലിക്കാരാണ്. അപ്പോൾ ഞാനും അവിടേക്ക് ചെന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് കുഴപ്പമില്ല, ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സന്തോഷമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പ്ലാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് വൈറ്റ് പെയിൻ്റ് അടിച്ചാൽ ഓക്കെ, വൈറ്റ് പെയിൻ്റ് അടിക്കാം, സ്വിമ്മിംഗ് പൂളും വെക്കാം. അത് മതി, അത് കുഴപ്പമില്ല. അതൊരു നല്ലൊരു ഐഡിയ തന്നെയാണ്. സ്വിമ്മിംഗ് പൂൾ വെച്ചാൽ ഒന്നും കൂടി ഇതൊരു വീടാന്ന് തോന്നിക്കോളും. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ പഴയ വീട്ടിലത്തെ സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ വെക്കാം, അതായിരിക്കും നല്ലത്. എൻ്റെ വീട്ടിൽ നിന്ന് വേണ്ട, നമുക്ക് പഴയ വീട്ടിൽ നിന്ന് എടുക്കാം. എൻ്റെ ആദ്യത്തെ വീട്ടിൽ നിന്ന് എടുക്കാം. അവിടെ എല്ലാം ഉണ്ട്, ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും അവിടെയുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മുടെ വീഡിയോസിന് അങ്ങനെ വ്യൂസും ലൈക്കൊന്നും കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഞാനിപ്പോൾ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചോളിയും ഗൈസ്. അപ്പോൾ പോലീസ് സ്റ്റേഷനാണെന്ന് മനസ്സിലാവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇതൊരു നോർമൽ വീട് പോലെ തന്നെയാണ്. ഇതേ സ്വിമ്മിംഗ് പൂൾ വെച്ചപ്പോൾ ഒന്നുകൂടി വീട് പോലെ ഉണ്ട്. കുറച്ച് അപ്പുറത്ത് വേണ്ടിയിരുന്നു. സ്വിമ്മിംഗ് പൂൾ കുറച്ച് ഈ ഒരു വീടിൻ്റെ അടുത്തായി പോയി. കുഴപ്പമില്ല ഗൈസ്, ഇതൊക്കെ തന്നെ ധാരാളം. കാരണം നമ്മൾ ഇതിന്മേൽ എത്രയും കഷ്ടപ്പെട്ടില്ലോ. അപ്പം ഇതൊക്കെ മതി ഗൈസ്. ഇതൊരു പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നേ ഇല്ല. നമ്മുടെ ജയിലിൻ്റെ ഭാഗത്തൊക്കെ അവിടെ ബെഡ് വെച്ചുകൊണ്ട് അവിടെ അതും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു ഉൾസ്പേസ് ആയിട്ട് അത് ചിലപ്പോൾ അത് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതങ്ങനെ കിട്ടില്ല എന്ന് എനിക്കൊരു ഉറപ്പ് ഞാൻ പറയാം. ഇവിടെ AC ഉണ്ട് കേട്ടോ. ഇത് ഓടാത്ത AC ഞാനിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ വീട്ടിലുണ്ടോ? എന്നോട് AC ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ മുകൾ ഭാഗം ജിമ്മാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ കള്ളൻ്റെ ഗ്യാങ് ഈ ഒരു വഴി കയറിയാൽ പെടുമല്ലോ. അപ്പോൾ കള്ളനെ ഒളിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർഗ്രൗണ്ടിലാണ്. അപ്പോൾ അതിനുള്ള വഴി അത് നമ്മുടെ ബെഡിൻ്റെ അടിഭാഗത്തായിട്ടാണ് അതിൻ്റെ വഴിയുള്ളത് ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കണ്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിളുകളും ചെയ്യുക ഗൈസ്. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.